കാർവേണി എന്നൊരു ദേവദാസി ഉണ്ടായിരുന്നു. അവളുടെ സുന്ദരിയായ പുത്രിയായിരുന്നു അല്ലി. അവിടുത്തെ ശിവക്ഷേത്രത്തിലെ നിത്യ സന്ദർശകയായിരുന്നു അല്ലിയും പൂജാരി നമ്പിയും തമ്മിൽ പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയും ചെയ്തു. അവൻ്റെ പ്രണയം കാപട്യമായിരുന്നു എന്നും ദുർനടത്തക്കാരനും ധനമോഹിയും മാത്രമാണ് അവനെന്നും മനസ്സിലാക്കിയ കാർവേണി അവനെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. എന്നാൽ ഭർത്തൃസ്നേഹത്താൽ അന്ധയായിത്തീർന്ന അല്ലി അവൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചു. വഴിമധ്യേ ക്ഷീണിതയായ അവൾ ഭർത്താവിൻ്റെ മടിയിൽ തലചായ്ച്ച് ഒന്ന് മയങ്ങി. അവസരം മുതലാക്കിയ അവൻ അവളെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി ആഭരണങ്ങളെല്ലാം കവർന്നു. വീട്ടിൽ നിന്നും ഇറങ്ങിയ തൻ്റെ പെങ്ങളെ തിരഞ്ഞിറങ്ങിയ അനുജൻ അമ്പി ഈ രംഗം കണ്ട് തലതല്ലി മരണം പൂകി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ചോളരാജാവിന് 2 മക്കൾ പിറന്നു, നീലനും നീലിയും. അവർ പക്ഷേ അകാലത്തിൽ മരണമടഞ്ഞ അല്ലിയുടെയും അമ്പിയുടെയും പുനർജന്മമാണെന്ന് ചോളരാജാവ് അറിഞ്ഞില്ല. തൻ്റെ രാജ്യത്ത് പലവിധ ദുർനിമിത്തങ്ങൾ കണ്ട് തുടങ്ങിയപ്പോഴാണ് രാജാവിന് തൻ്റെ മക്കളാണ് ഈ ദുർനിമിത്തങ്ങൾക്കൊക്കെ കാരണക്കാർ എന്ന് മനസ്സിലായത്. ഉടൻ തന്നെ നീലനെയും നീലിയെയും രാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപത്തുള്ള പഞ്ചവൻകാട്ടിൽ ഉപേക്ഷിച്ചു. അതിൻ്റെ സമീപ പ്രദേശം തന്നെയായിരുന്നു നീലൻ്റെയും നീലിയുടെയും പൂർവ്വജന്മദേശമായിരുന്ന പഴകന്നൂർ ദേശം. ആ പഴകന്നൂർ ദേശമായിരുന്നു പിന്നീടുള്ള അവരുടെ വികാര കേന്ദ്രം. നീലൻ്റെയും നീലിയുടെയും ശല്യം സഹിക്കാനാവാതെ നീലി എന്ന പേരുള്ള ഒരു കൊച്ചു അടിയാത്തി പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇടതൂർന്ന കാർക്കൂന്തലും വാലിട്ടെഴുതിയ കണ്ണും നീലിപ്പെണ്ണിന്റെ സൗന്ദര്യം ഇരട്ടിയാക്കി. കാടിനെയും കാട്ടുപൂഞ്ചോലകളെയും സ്നേഹിച്ച് അങ്ങനെ നീലി വളർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സുന്ദരിയായ നീലിക്ക് ഒരാഗ്രഹം. തനിക്കും അറിവ് നേടണം. ആരും കാണാതെ നീലിക്ക് അറിവുകൾ പകർന്നു നൽകി നമ്മുടെ എഴുത്തച്ഛൻ. പിറ്റേന്ന് ആ നാടുണർന്നത് നീലിയുടെ മരണവാർത്ത അറിഞ്ഞാണ്. ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. നീലി പുനർജനിച്ചിരിക്കുന്നു. അവളുടെ ക്രോധത്തെ തടുക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല.
തന്നെ സ്നേഹിച്ച ജനങ്ങളോട് താൻ വലിയ തെറ്റ് ചെയ്തു എന്ന ബോധം നീലിയിലുണ്ടായി. കാളക്കാട്ട് നമ്പൂതിരി തന്റെ കൂടെ വരാൻ നീലിയോട് ആവശ്യപ്പെട്ടു. ആ ഘോരവനത്തിനുള്ളിൽ നമ്പൂതിരി നീലിയെ തളച്ചു. അവിടെയുള്ള ജനങ്ങൾ ഇന്നും നീലിയെ തങ്ങളുടെ ദേവതയായി കണ്ട് ആരാധിച്ചു. ജാതി വ്യവസ്ഥയുടെയും പീഡനങ്ങളുടെയും മന്ത്രശക്തിയുടെയും അടിമത്തത്തിൻ്റെയും ഇടയിൽ നിന്ന് ഉയർന്നു വന്നതാണ് വടക്കേ മലബാറിലെ നിരവധി തെയ്യക്കോലങ്ങൾ. അതിൽ കതിവനൂർ വീരൻ, കടവാങ്കോട്ട് മാക്കം, രക്തചാമുണ്ടി, മൂവാളകുഴി ചാമുണ്ടി, മടയിൽ ചാമുണ്ടി, കുണ്ടോറ ചാമുണ്ടി, ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്തിയ പൊട്ടൻ തെയ്യം, വിഷകണ്ഠൻ, അഗ്നിഘട്ടാകർണൻ തുടങ്ങിയവ. ഇവിടെ എടുത്തു പറയുന്നത് ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ ഉത്ഭവകഥയാണ്. പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ ആഢ്യ ബ്രാഹ്മണ കുടുംബമായ മുത്തില്ലത്ത് സുന്ദരിയായ ബ്രാഹ്മണ കന്യകയുണ്ടായിരുന്നു. അസാധാരണ ബുദ്ധിശാലിയായ അവൾ വേദശാസ്ത്രങ്ങളിൽ അഗ്രഗണ്യയായിരുന്നു. പണ്ഡിത ശ്രേഷ്ഠർ എന്ന് അഹങ്കരിച്ചിരുന്ന പുരുഷ കേസരിമാരെ പലവട്ടം തർക്കങ്ങളിൽ തോൽപ്പിച്ച കന്യകയെ പാഠം പഠിപ്പിക്കണമെന്ന് പരാജിതർ തീരുമാനിച്ചുറപ്പിച്ചു. അതിനിടയിൽ മാണിയാട്ടുമനയിലെ യുവാവുമായി അവളുടെ വിവാഹം ഉറപ്പിച്ചു. ഇതിനിടയിൽ പണ്ഡിത സഭ വിളിച്ചു ചേർത്ത് കന്യകയുമായി മറ്റ് പണ്ഡിതർ തർക്കത്തിലേർപ്പെട്ടു. അവിടെ ഏറ്റവും വലിയ സുഖമേതെന്നും വേദനയേതെന്നും ചോദ്യമുണ്ടായി. കന്യക മൊഴിഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠമായ സുഖം രതിസുഖവും വേദന പ്രസവവേദനയുമെന്ന്. ഇവൾ കന്യകയല്ലെന്നും കന്യകയ്ക്ക് ഈ കാര്യങ്ങൾ എങ്ങനെ അറിയാമെന്നുമുള്ള ചോദ്യങ്ങളോടെ അവൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കുകയും പടിയടച്ച് പിണ്ടം വെക്കുകയും ചെയ്തു. ചാരിത്രവതിയല്ല എന്ന കുറ്റപ്പെടുത്തൽ പേറി അവൾ നാട് വിട്ട് നടന്ന് പയ്യന്നൂർ മഹാദേവന്റെ സന്നിധിയിലെത്തി. അഗ്നികൂട്ടം തീർത്ത് ആത്മാഹൂതിക്ക് ശ്രമിച്ചു. എന്നാൽ അഗ്നിക്ക് തീഷ്ണത പോരെന്ന് കണ്ട് അതുവഴി വന്ന മുച്ചിലോട്ട് പടനായർ എന്ന വാണിയ യുവാവിൽ നിന്നും അഗ്നിയിലേക്ക് എണ്ണ പകരാൻ ആവശ്യപ്പെട്ടു. എണ്ണയാൽ ആളിക്കത്തിയ അഗ്നികൂട്ടത്തിലേക്ക് ചാടി അവൾ ആത്മാഹൂതി ചെയ്തു. ശിവപാദം പൂകുവാൻ തന്നെ സഹായിച്ച മുച്ചിലോടന് ദൈവരൂപം പൂണ്ട കന്യക മുച്ചിലോട്ടമ്മയായി, മുച്ചിലോട്ട് ഭഗവതിയായി. ഭഗവതി
മൂലിക ഭഗവതിയെ തെരിഞ്ചല്ലൂ അമ്പലത്തിൽ തേർതാണാരേ മുച്ചിലോടൻ പെരുവയിലാലെ കൂട്ടമിട്ടാരേ മേലേറിക്കാതിറങ്ങികാട് സഹിച്ചുമടുത്ത് തീയും പുകയേറ്റോരെ നിങ്ങൾ വീടം വെച്ച് പൂജിച്ചോരെ ഇന്നും പെൺകിടാങ്ങളെ തീറ്റി കൊല്ലുമ്പോ ഞങ്ങൾക്കെന്തിന് വീടോ തോറ്റം പാട്ടും പെരിഞ്ചല്ലൂർ ഗുരുകുലത്തിൽ പഠിച്ചു തെളിഞ്ഞോള് പണ്ഡിതർക്കും പേടി സ്വപ്നം മാണിയോട്ടെ ഉച്ചില താലിമംഗലം കഴിഞ്ഞ് ഇന കാണും പെണ്ണീനെ കാണുവാനെത്തുന്നു ദേശവാഴി വേദ പരീക്ഷയ്ക്കു വെല്ലുവിളിക്കുന്നു നാടിന്റെ മാനം നീ കാക്കൂ കന്യേ കണ്ട കിനാക്കളൊക്കെ മടക്കി വെച്ചു കയ്യിൽ താളിയോല കെട്ടെടുത്തു പെണ്ണ് ആദ്യത്തെ രണ്ടു നാളും ജയിച്ചതവൾ നേടിക്കിടങ്ങഴി പൊന്നും പൊന്നാടയും വേദപരീക്ഷ 3-ാം ദിവസം ഏറ്റവും നോവാർന്ന നോവേത് നോവ് ഏറ്റവും രസമാർന്ന രസമേത് കാമരസം മംഗലം കഴിയും മുമ്പേ കാമം കറന്നു കുടിച്ചൊരു കുലടയെന്നു പഴിചാരി പടിയടച്ചു പിണ്ഡം വെച്ചു ദേവരെ വിളിച്ചു കേണു ഈ കുണ്ഠമൊന്നൊരുക്കി ആളിയെത്തി എരിഞ്ഞു കന്യാ മുടിയഴിച്ച തുള്ളുന്നു മാനത്ത് മുകിൽ പോൽ മൂച്ചിലോട്ടമ്മ
കണ്ട് ദാഹന് ചോദിച്ച മാക്കത്തിനെ വഴിയോര കിണറിനരികിലെത്തിച്ചു. ഉടവാളുയർന്നു താണു 3 വട്ടം. കണ്ണൻ അന്തത്താൽ മുഖവും മുലയും കരിച്ചു. ചതുര കിണറ്റിൽ വീണ പൂമാതെ പൊന്നമ്മ ദാഹിച്ചു തൊണ്ട വരണ്ട കുഞ്ഞാർ കുറത്തി. തോട്ടുങ്കരെ ഭഗവതി പിറന്ന മനയിൽ പോരി. കഥയെല്ലാം ഇങ്ങനെ പിന്നെപ്പോഴെങ്ങനെ ദൈവങ്ങളായി ഞങ്ങളെല്ലാം. പേരൂരും പെരുമ്പാവൂരും പേരില്ലാത്തെത്ര ഊരിലും ആറ്റിലൊഴുകണ് തീയിലെരിയണ് നീലി ഉച്ചിലെ പൊന്നമ്മേ. തീ തിന്ന് ചത്തിട്ട് നാളെ നിങ്ങൾ തെയ്യങ്ങളായിട്ടെന്ത് കാര്യം? ജീവിച്ചിരിക്കുമ്പോൾ ഉടവാളെടുക്കണം. ഉടയോനോടായാലും ചോദ്യം ചോദിക്കണം. ഉള്ളിലി നീലിയേ മുച്ചിലോട്ടമ്മയെ തോറ്റിയുണർത്തുവിൻ പെൺമക്കളെ. തോറ്റിയുണർത്തുവിൻ പെൺമക്കളെ. തോറ്റിയുണർത്തുവിൻ പെൺമക്കളെ. വരാഹരൂപം ദൈവവരീഷ്ടം വരസ്മിതവദനം വജ്രദന്തധര രക്ഷാകവചം शिवसम्भूत भुवि संजात नम्बीदवगिम्बु कोडुववनीत ಸಾವಿರ ದೈವದ ಮನಸಂಪ್ರೀತ ಬೇಡುತ್ತ ನಿಂದೆವು ಆರಾಧಿಸುತ್ತ
ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വേദിയിൽ 55ാമത് പ്രതിഭ ക്ലബിൻ്റെ ഈ ആഘോഷ വിരുന്നിൽ എന്നെ ഇന്നിവിടെ ക്ഷണിച്ച പ്രതിഭയിലെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, അങ്ങനെ ഓരോരുത്തരും അവരുടെ അടുത്തൊന്നും പറഞ്ഞറിയിക്കാൻ തീരാത്ത നന്ദിയും കടപ്പാടാണ് ഇവിടെ ഉള്ളത്. 60 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള ആൾക്കാരാണ്, 22ഓളം പേരാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് അണിനിരന്നിട്ടുള്ളത്. അതിൻ്റെ പോരായ്മകളും ഒക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു പാട്ടിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. 2 മാസക്കാലമായി ഞാനും എൻ്റെ ഈ ടീമും ഇതിനു വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നു. അതിന് ഫുള്ള് സപ്പോർട്ട് തന്ന എൻ്റെ പ്രതിഭയിലെ എല്ലാ അങ്കിൾമാരുടെ അടുത്തും ആൻറ്റിമാരുടെ അടുത്തും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. എന്നെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഡാൻസറായി നിർത്താൻ പ്രാപ്തരാക്കിയത് തീർച്ചയായിട്ടും അമ്മ, അച്ഛ, എൻ്റെ ഗുരുനാഥന്മാരാണ്. ഈ വരുന്ന 31-ാം തീയതി എൻ്റെ അച്ഛൻ്റെ 2ാമത്തെ ആണ്ടാണ്. അച്ഛൻ എവിടെയെങ്കിലും ഇരുന്ന് ഇത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപാട് ആർട്ട് ഫോമുകൾ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതിൽ വൺ എമംഗ് ദ ബെസ്റ്റ് ആണ് എന്ന് ഒരു ഗുരുനാഥ എന്നുള്ള നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. രാപ്പകലില്ലാതെ ഏത് ദിവസം വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും എൻ്റെ ആൻറ്റിമാരായിക്കോട്ടെ അങ്കിൾമാരായിക്കോട്ടെ അവർ തീർച്ചയായിട്ടും ഇന്നലെ 2 മണി വരെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാ പോരായ്മകളും നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒന്നും കൂടി എനിക്ക് അവസരം തന്ന പ്രതിഭാ ക്ലബിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.